ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമുക്കൊരു പരിഹസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ആ പരിഹസിച്ച വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കഥ പഠിക്കാം. ആ കഥ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. പ്രോവേർബ്സ് സദൃശവാക്യങ്ങൾ 17-5 വാക്യം. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. നമ്മൾ കാണാം, ബൈഹാർട്ട് തന്നെ പഠിച്ചിരിക്കണം, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഹൃദയത്തിലോ നമ്മുടെ മനസ്സിൻ്റെ ഭാവത്തിലോ നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുവാൻ പാടില്ല. മറ്റുള്ളവർ കഴിവ് കുറഞ്ഞവരായിരിക്കാം, ചിലപ്പോൾ കണ്ണില്ലാത്തവരായിരിക്കാം, ചെവിയില്ലാത്തവരായിരിക്കാം, പഠിക്കാൻ കുറവുള്ളവരായിരിക്കാം, കാണാൻ ഭംഗിയില്ലാത്തവരായിരിക്കാം. ഇതെങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലുള്ള വ്യക്തികളെയാണെങ്കിലും പണമില്ലാത്തവരായിരിക്കാം, അവരെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല. കർത്താവ് എന്താ പറയണത്? ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. അപ്പോൾ നാം ഒരു വ്യക്തിയെ പരിഹസിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നാം ആരെ പരിഹസിക്കുന്നു എന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സൃഷ്ടാവിനെ പരിഹസിക്കുന്നു, സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദൈവത്തോട് പറയാണ്, കർത്താവേ നിനക്ക് കഴിവില്ല എന്ന് പറയുന്നതാണ് നാം മറ്റുള്ളവരെ പരിഹസിക്കുന്നത്. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. സദൃശവാക്യങ്ങൾ 17-5 വാക്യം. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. എല്ലാവരും റിച്ച് ആയതുകൊണ്ടല്ല ഹോസ്റ്റലിൽ താമസിക്കുന്ന. ഈ വ്യക്തിക്ക് ഈ ജോൺ എന്ന് പറയുന്ന ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാട്ടിലെങ്ങും ഒരു സ്കൂളുകളില്ല. അതുകൊണ്ട് ഒത്തിരി ദൂരെ ഒരു പട്ടണത്തിൽ അവൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ജോണ് ആ സ്കൂളിൽ അവിടെ ഹോസ്റ്റലിൽ പഠിക്കാനായിട്ട് വന്നേക്കുന്നത്. സാധാരണക്കാരുടെ കാര്യം അല്ലാത്തവരും ഉള്ള, അവർക്ക് സ്പെഷ്യലായിട്ടുള്ള പ്രൊവിഷനുള്ളൊരു ഹോസ്റ്റലാണ്. പണക്കാർക്ക് വേറെ റൂമുകളുണ്ട്, ഡോമട്രി ഉണ്ട്. അങ്ങനെ ഒരു ഹോസ്റ്റലിൽ കുറേ കുട്ടികൾ ഒന്നിച്ച് താമസിക്കുമായിരുന്നു. അപ്പോൾ ജോണിനെ എല്ലാവരും കൂടി എപ്പോഴും കളിയാക്കും. അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു വത്സൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി പുതിയതായിട്ട് അവിടെ അങ്ങോട്ട് വന്നു. അപ്പോൾ പുതിയതായിട്ട് വന്നപ്പോൾ ഈ ജോണിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ വത്സനെ വിളിച്ച്, അപ്പോൾ ജോണിന് സന്തോഷമായി, ആരെങ്കിലും ഒരാൾ തന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വത്സനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, എടാ നീ ഒരിക്കലും, വത്സനോട് പറഞ്ഞു, നീ ഒരിക്കലും അവനോട് സംസാരിക്കരുത്, അവനൊരു കഴുതയാണ്. അപ്പോൾ വത്സൻ പറഞ്ഞു, അവൻ ക്ലാസ്സിലെല്ലാത്തിലും മിടുക്കനാണല്ലോ, എല്ലാത്തിനും ഫസ്റ്റാണല്ലോ അവന്, ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാം ഉത്തരം പറയുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അവൻ കഴുത? അപ്പോൾ പറഞ്ഞു, ആ പഠിത്തത്തിലുള്ള ആ മിടുക്ക് മാത്രമേ അവനുള്ളൂ, അല്ലെങ്കിൽ അവനൊരു കഴുതയാണ്. കാരണം കളിയുടെ കാര്യത്തിലൊക്കെ അവന് എല്ലാ കളിയിലും ഒന്നുമല്ലെങ്കിൽ ഒരു കളി അവൻ അറിയത്തില്ല. ഒരു ഫുട്ബോളോ അങ്ങനെയുള്ള കളികളോ അങ്ങനെ ബാക്കിയുള്ള കളികളൊന്നും അറിയത്തില്ല. കാരണം അവൻ ആ കളികളിലൊന്നും അവനതിന് അത് പരിശീലിക്കാൻ അവൻ ശ്രമിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവൻ അറിയത്തില്ല. ബാക്കി ലൗകികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊന്നും ചോദിച്ചാൽ അവനൊന്നും അറിയത്തില്ല. അവൻ വെറുതെ ഒരു കഴുതയാണ്, നീ അവനോട് അടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വത്സൻ ഒന്നും വിചാരിച്ചു, ഓക്കെ അങ്ങനെ തന്നെയാണെങ്കിൽ മറ്റുള്ളവരുടെ കൂടെയാണല്ലോ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ജോണിനിങ്ങനെ ഇവനെ കഴുത എന്ന് വിളിക്കുന്നത് അവന് ഒത്തിരി പ്രയാസമുള്ള കാര്യമായിരുന്നു. അവനൊരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയായിരുന്നു. അവന് ബാക്കി ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇതില്ല. അവൻ്റെ
പഠിത്തത്തിനും അവൻ്റെ ഹോസ്റ്റൽ ഫീക്കും വേണ്ടി അവൻ തന്നെത്താനെ അധ്വാനിച്ചാണ് അവൻ രൂപയുണ്ടാക്കുന്നത്. കാരണം അവൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമാണ്. ഈ മറ്റുള്ളവരുടെ കളിയാക്കൽ കേൾക്കുമ്പോൾ അവൻ ഓർക്കും ഇത് ഇട്ടിട്ട് അങ്ങ് പോയിക്കോളാം എന്നവൻ വിചാരിച്ചു. എന്നാൽ അവൻ പോയില്ല. കാരണം അവൻ്റെ അമ്മയുടെ ആഗ്രഹം അവനെ ഒരു സുവിശേഷനാക്കണം. അവൻ പഠിച്ച് മിടുക്കനായിട്ട് അവനൊരു വലിയ ഒരു ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരണം എന്നായിരുന്നു അവൻ്റെ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ ജോൺ കണ്ടിന്യൂസ് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇതെടുത്തു. വൈകുന്നേരം കാലത്ത് വെളുപ്പിന് അവനൊരു ഹോട്ടലിൽ പാത്രം കഴുകാനായിട്ട് പോകും. അപ്പോൾ രാവിലെ വെളുപ്പിന് 5 മണിക്ക് അതിനുള്ള പെർമിഷൻ അവനുണ്ടായിരുന്നു. കാരണം അങ്ങനെ അവന് പഠിക്കാനൊക്കത്തുള്ളൂ. അവൻ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് പാത്രം കഴുകാനായിട്ട് പോകും. അതിനുശേഷം സ്കൂൾ കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഹോസ്റ്റലിൽ നിന്ന് പിന്നെ വേറൊരു കടയിൽ അവൻ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും മറ്റുള്ള കാര്യത്തിനും വേണ്ടി എടുക്കും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താണ് അവൻ അതിൻ്റെ കൂടെ ബാക്കി കിട്ടുന്ന സമയങ്ങൾ അവൻ പഠിക്കും. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ മിടുക്കനായിരുന്നു. എന്നാൽ എല്ലാവരും അവനെ കഴിവില്ലാത്തവൻ കഴുത എന്നിങ്ങനെ വിളിച്ച് അവനെ അപമാനിക്കുമായിരുന്നു. കാരണം അവൻ ഒരു ദരിദ്രനും കഴിവില്ലാത്തതുമായിരുന്നു അപ്പോൾ അവർ ഇട്ടേക്കുന്ന നിക് നെയിം ഒരു കഴുത എന്നുള്ള പേരായിരുന്നു. കഴുതയെക്കുറിച്ച് പറയുമ്പോൾ പേടിയുള്ള ഒരു മൃഗത്തെയായിട്ടാണ് കഴുത. എല്ലാത്തിനും പേടിയാണ്. അവനെ ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ അവന് പേടിയാണ്. കാരണം അവന് സമയമില്ല, അവന് പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല. കളിക്ക് വിളിച്ചാൽ അവന് പേടിയാണ്. അങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പല കാര്യങ്ങളിലും പേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജോൺ. എന്നാൽ അവന് സമയമില്ലാത്തത് കൊണ്ടാണ്, അവൻ ജോലിയുള്ളത് കൊണ്ടാണ് അവൻ പേടിക്കുന്നത്. എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കിയില്ല. അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നോക്കിയപ്പോൾ അവിടെ കുട്ടികളെല്ലാം കളിക്കുകയാണ്, ഭയങ്കര കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് തീയ് അവൻ്റെ റൂമിൻ്റെ സൈഡിലേക്ക് ചെന്നപ്പോൾ തീയ് പുറപ്പെടുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവൻ വിളിച്ചു കൂവി, തീ നമ്മുടെ ബിൽഡിങ്ങിൽ തീയേ എന്ന് വിളിച്ചു കൂവി. അവൻ ഓടി മറ്റിടത്തും ചെന്നു, എല്ലായിടത്തും പറഞ്ഞു തീയ്. കുട്ടികളെല്ലാവരും കൂടെ ഓടി അവരവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് ദൂരെ അവരവരുടെ റൂമിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. ഇവനധികം സാധനങ്ങളൊന്നുമില്ല. ഇവൻ്റേതും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, ദൂരയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സുഖമില്ലാതെ അന്ന് ഡോമിറ്ററിയിൽ കിടക്കുന്ന വത്സനെക്കുറിച്ച് അവന് ഓർമ്മ വന്നു. വത്സനും അവനെ കഴുതയെന്ന് വിളിച്ച് കളിയാക്കിയതാണ്. ഈ കുട്ടികളെല്ലാം ലീഡറായ റാൽഫും എല്ലാവരും ഇവനെ കളിയാക്കിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് മനസ്സിലായി റാൽഫാണ് ലീഡറാണ്. വത്സൻ്റെ കാര്യം അവന് മനസ്സിലേക്ക് വന്നു. വത്സൻ പോലും എന്നെ ഒരു കഴുതയെന്ന് വിളിച്ചത് റാൽഫിൻ്റെ കാരണം കൊണ്ടാണല്ലോ. എന്നാൽ ഇപ്പോൾ റാൽഫാണ് ഡോമിറ്ററിയിൽ കിടക്കുന്നത്. പക്ഷേ അവൻ ഓടിച്ചെന്നു നോക്കിയപ്പോൾ റാൽഫ് അനങ്ങാതെ, അവന് തീരെ വയ്യ, അവൻ ഛർദ്ദിച്ച് അവശനായിട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ അവൻ്റെ റൂമിൻ്റെ സൈഡിലാണ് തീ കത്തുന്നതെന്ന് മനസ്സിലായി. അവൻ റാൽഫിനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ആ റൂമിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു വിധത്തിൽ റാൽഫിനെ അവൻ്റെ പുറത്തിട്ടു. അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും ഫയർ എഞ്ചിനെല്ലാം വന്നു. എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന വാർഡൻ ചോദിച്ചു, റാൽഫ് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും, ക്ലാസ് ലീഡറാണ്, സ്കൂൾ ലീഡറാണ് റാൽഫ്. എല്ലാവർക്കും പ്രയാസമായി. അയ്യോ, റാൽഫ് ആ ബിൽഡിങ്ങിലാണല്ലോ. അങ്ങനെ വന്നപ്പോൾ സ്റ്റെയർ കേസ് കത്താൻ തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരും കൂടെ, വാർഡനും ആ ഫയർമാനും കൂടി ആ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ എന്നുള്ള ഇതുകൊണ്ട് പോയപ്പോഴത്തേക്കും ഒരു ബണ്ടിൽ പോലെ രണ്ട് പേര് സ്റ്റെയർ കേസ് താഴെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഇവരുടെ കയ്യിലേക്കാണ് ആ വീഴുവാനിടയായിട്ട്. നോക്കിയപ്പോൾ റാൽഫിനെ ചുമന്നുകൊണ്ടുള്ള ഈ ജോണിനെയാണ് കാണാനായിട്ട് സാധിച്ചത്.
അത് കഴിഞ്ഞപ്പോൾ വേഗം എമർജൻസി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രണ്ടുപേരും രക്ഷപ്പെട്ടു. പക്ഷേങ്കിൽ കൈകളിലും കാലുകളിലും ഒക്കെ മുറിവും പൊള്ളലുമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സന്ദർഭത്തിൽ എല്ലാവരും റാൽഫിനെ കാണുവാനായിട്ട് ചെന്നു. അപ്പോൾ റാൽഫിനെയും ജോണിനെയും കാണുവാനായിട്ട് ചെന്നു. അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും സുഖമായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ വത്സൻ ഒരു വലിയ ബൊക്കെയായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു റാൽഫിന് ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ വത്സൻ ഈ ബൊക്ക റാൽഫിന് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇവരെല്ലാം കളിയാക്കിക്കൊണ്ടിരുന്ന, ഇവരെല്ലാം ഒന്നിനും കൊള്ളാത്ത വ്യക്തിയെന്ന് കളിയാക്കിക്കൊണ്ടിരുന്ന ആ ജോണിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷേ എല്ലാ കൂട്ടുകാരും കൂടി സന്തോഷം കൊണ്ട് അത് തന്നു. അത് കഴിഞ്ഞിട്ട് വത്സൻ പറഞ്ഞു, ഞാനിനി ഒരിക്കലും ജോണിനെ കഴുതയെന്ന് വിളിക്കത്തില്ല. മാത്രം അവൻ കഴുതയല്ല, അവനിന്ന് നമ്മുടെ ഹീറോയാണ്. അവൻ ഹീറോയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ജോൺ ഹീറോ ആയിട്ട് തീർന്നു. എന്തുകൊണ്ട്? അന്യനെ സഹായിക്കുന്നതിന് വേണ്ടി എടുത്തത്. എന്നിട്ട് റാൽഫിനോട് പറഞ്ഞു, അപ്പോൾ റാൽഫ് പറഞ്ഞു, ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ലീഡർ, നമ്മുടെ സ്കൂളിൻ്റെ ലീഡർ അത് ജോണായിരിക്കും. ജോൺ എന്ന ഹീറോ എന്നവർ പറഞ്ഞു. അങ്ങനെ ജോണ് ഹീറോ ആയിട്ട് തീരാനായിട്ട് ഇടയായിട്ട് തീർന്നു. കുഞ്ഞുങ്ങളെ, നമ്മൾ ദരിദ്രന്മാരെ മറ്റുള്ളവരെയും പരിഹസിക്കാൻ പാടില്ല. പരിഹസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൃഷ്ടാവിനെയാണ് നിന്ദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കാത്തവരായിട്ട്, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നവരായിട്ട് ജീവിച്ചാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ നാം ശിക്ഷ അനുഭവിക്കും. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ പരിഹസിക്കാത്തവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ഓക്കെ, ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.